എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5 അഡിനിയം പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പ്ലാന്റ് ചെയ്യാനുള്ള പോട്ടി മിക്സിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇഷ്ടികപ്പൊടി. ഇഷ്ടിക ലോഡ് കണക്കിന് ഇറക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് പൊടി, അതുപോലെ സാധാരണ കൺസ്ട്രക്ഷൻ സാൻഡ്, അതുപോലെ നോർമൽ ഗാർഡൻ സോയിൽ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഗാർഡൻ സോയിൽ കുറച്ച്, പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ പെർലൈറ്റ് വേണം എയറേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ 2 റൈസ് വെക്സും, ഇത് പിന്നെ ചട്ടിയിലിടാനായിട്ട് കുറച്ച് കഷ്ണങ്ങളായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ അത്യാവശ്യം വെർമി കമ്പോസ്റ്റ്, പിന്നെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് സാഫ് ഫംഗിസൈഡ്, പിന്നെ ഞാനിതിൽ സീവീഡ് എക്സ്ട്രാക്റ്റ്, സീവീഡ് ഗ്രാനുൾസ് ചേർക്കുന്നുണ്ട്. അതുപോലെ ബോൺമീലും DAPയും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. ഓവറായിട്ട് നമ്മളത് ഈ പോട്ടി മിക്സിൽ ആഡ് ചെയ്യില്ല, കാരണം ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ആവശ്യം വലിയ വളങ്ങളൊന്നും ഈ ഒരു 2 മാസത്തേക്കിന് ആവശ്യമില്ല. കാരണം ഡിസംബർ ജനുവരി വരെയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഡൽഹിയിൽ നല്ല തണുപ്പ് നിൽക്കുന്ന സ്ഥലമാണ്, ഓവറായിട്ട് വെള്ളവും വേണ്ട. അപ്പോൾ ഞാൻ ഒരു 5 പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം എടുത്തതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു പോട്ടി മിക്സാണ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് ഞാൻ ഈ പോട്ടി മിക്സാണ് ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലാത്ത പോട്ടി മിക്സാണ്. കൂടുതൽ ചെടിക്ക് ചീച്ചലാണ്, കാര്യമൊന്നുമില്ല. ഈ ഇഷ്ടികപ്പൊടി ആയാലും നന്നായി വെന്ത് വരുന്നതല്ലേ, ഇഷ്ടിയൊക്കെ നന്നായി വെന്ത് വരുന്നത്, അപ്പോൾ അതിൽ ഫംഗസ് അറ്റാക്ക് കുറവായിരിക്കും. പിന്നെ അത്യാവശ്യം വെള്ളം ഡ്രൈനായിട്ട് പോകാനും ഈ മീഡിയ നല്ല ഇതാണ്. കുറച്ച് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം മാത്രം നമ്മളിതിൽ കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യം നമുക്കിതിൽ വരുന്നില്ല. വെള്ളം കൊടുത്താലും നമുക്കത് പെട്ടെന്ന് ഡ്രൈനായിട്ടായിട്ട് പോവും. പിന്നെ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഈ സാഫായാലും ഇതൊക്കെ നമ്മളൊരു നിശ്ചിത അനുഭവത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ബോൺമീൽ, DAP ഇതൊക്കെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അത്യാവശ്യം ഇപ്പോൾ ചെടി ആ ഒരു മണലിന് ആവശ്യമുള്ളൊരു സംഭവം മാത്രം. പൊട്ടി ചെയ്യേണ്ട രീതിയിലെങ്കിൽ അടിയിൽ നല്ല ഹോൾസുള്ള ചട്ടിയായിരിക്കണം. അതിൽ നമ്മൾ അടിയിൽ കുറച്ച് ഈ പൊട്ട് കഷ്ണങ്ങൾ, ഇവിടെ ദീപാവലിക്ക് ഉപയോഗിച്ച ചിരാതിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് ഇതിൽ കണ്ടുണ്ടാവുക. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ചിരാതൊക്കെ എന്തിനാണ്? അതൊക്കെ ഇവിടെ ഉപയോഗിച്ച ചിരാതുകൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ട് വയ്ക്കും. വേറെ ഇഷ്ടിക കഷ്ണങ്ങളാണ്. ഇപ്പോൾ ഇതിൽ ഇഷ്ടിക കഷ്ണം ഞാൻ വേറെ ഇതൊന്നും പോകാറില്ല, കാരണം ഇവിടെ ഈ ലോഡ് കണക്കിന് ഇഷ്ടിക ഇറക്കുമ്പോൾ ആ വേസ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ കഷ്ണങ്ങളുണ്ടാവും. അതൊക്കെയാണ് ഞാൻ ചട്ടിയുടെ അടിയിൽ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഈ പോട്ടി മിക്സ്, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോട്ടി മിക്സ് നമ്മൾ അളവിൽ എടുത്തുള്ളത് പോട്ട് ചെയ്തിട്ടൊരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട്, മണലൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട്. കാരണം മണ്ണിൽ ഈ വെള്ളത്തിൻ്റെ അംശം ഇനി ആവശ്യമില്ല, കാരണം ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബേസ് ഇട്ടിട്ട് നമ്മൾ പ്ലാന്റ് അതിൽ വെക്കുകയാണ്. പ്ലാന്റ് വെച്ച് ഇതേ പോട്ടി മിക്സ് തന്നെ നമ്മൾ അതിൽ ചട്ടികളിൽ നിറച്ച് ഫില്ല് ചെയ്യാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു പോട്ടി മിക്സാണെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ഇത് നല്ല പോട്ടി മിക്സാണ്. ഓവറായിട്ട് വെള്ളം ചട്ടിയിൽ നിൽക്കില്ല, പെട്ടെന്ന് ഒഴിക്കുമ്പോഴേക്കും വെള്ളം ഔട്ടാവും. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. കുഴപ്പമില്ലാത്ത ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ അടുത്തൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതേ സെയിം ഇതിൽ തന്നെ, ഞാനിപ്പോൾ ഈ 5 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ പ്ലാന്റുകളാണ്, എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു 5 കളറുകളാണ് അത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. ഇനി ഈ വർഷത്തെ അവസാനത്തെ പ്ലാന്റ്സുകളാണത്. ഇനി നമുക്ക് പ്ലാന്റ്സ് കളക്ഷൻ ഉണ്ടാവില്ല, കാരണം ഈ സമയത്ത് ഇനി പ്ലാന്റ്സ് മേടിച്ചാലും ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വലിയ ഗ്യാരണ്ടില്ല. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്ക്, ഈ ഒരാഴ്ച മുഴുവൻ പകൽ നല്ല ചൂടുണ്ടെന്ന് വിചാരിക്കുന്നു, രാത്രി നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റ് പറയില്ല. കാരണം നാട്ടിൽ മണലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പുഴമണലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത മണലും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികളൊക്കെ ഉണ്ടാവും.
പിന്നെ നമ്മളെപ്പോഴും നന്നായി കെയർ ചെയ്യുക. വെള്ളം ലിമിറ്റഡായിട്ട് കൊടുക്കുക, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആവശ്യത്തിനുള്ള ചെടിക്ക് എന്താണ് ആവശ്യം അതറിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമ്മൾ വാരി വലിച്ചിട്ട് എല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെടി അമ്പാടെ നശിച്ചു പോകും. പിന്നെ മഴയത്തുള്ള വെള്ളം ഇപ്പം നാട്ടിലൊക്കെ മഴയും കാര്യങ്ങളൊക്കെ, ഇവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ 2 ചട്ടി പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്, ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കിതിൽ കൂടുതൽ വളങ്ങൾ ചേർക്കേണ്ടി വരിക ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ട് അതിന് നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം അതും ഓവറായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ വളങ്ങളാണ്. കാരണം ചെടി ഡോർമൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുക. കൂടുതൽ ഈ വെർമി കമ്പോസ്റ്റ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ലീഫ് കമ്പോസ്റ്റ്, അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി. ഞാൻ സാധാരണ എനിക്കിവിടെ ലീഫ് കമ്പോസ്റ്റും ചാണകപ്പൊടിയും സെപ്പറേറ്റ് ഉണങ്ങിയത് ഉണ്ട്. നമ്മളെ തന്നെ കമ്പോസ്റ്റ് വേറെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇനി അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാൻ നോക്കുന്നത്. ചെടികൾ അപ്പോൾ വാങ്ങിക്കുന്നവർ ഇപ്പോൾ ഈ സമയത്ത് വാങ്ങിക്കാം, കുഴപ്പമില്ല. നവംബർ തീരുമ്പോഴേക്കും ചെടികൾ വാങ്ങിച്ച് നമ്മൾ റീപ്ലാന്റ് ചെയ്യാം. പിന്നെ ഇത് ചെയ്യായാലും, ഇത് പ്രൂണിങ് ചെയ്യായാലും ഈ സമയത്ത് പെട്ടെന്ന് ചെയ്ത് സാഫ് ഫംഗിസൈഡ് ചെയ്ത് പെട്ടെന്ന് നിർത്തണം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പരമാവധി നമ്മൾ ചെടീനെ ഉപദ്രവിക്കാതിരിക്കുക, അതാണതിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി. ശരിക്ക് ചെടികൾക്ക് നല്ല ഒരു 3-4 ഘട്ടങ്ങളിലാണ് അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ കരുത്തിനും പിന്നെ പൂടാനും ഇതിനൊക്കെ ആയിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കേണ്ടത്. അതതിൻ്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടികൾ ഉഷാറായിട്ട് വരികയും ചെയ്യും, നല്ല ഫ്ലവറിങ് കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിതുപോലെ കുറച്ച് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയിൽ തണുപ്പൊക്കെയാണ്, അപ്പോൾ നമ്മൾ നോർമലൊരു ചെറിയ രീതിയിലുള്ള ഫെർട്ടിലൈസറുകളാണ് നമ്മളിപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി വേണ്ടത് ചെടിക്ക് കുറച്ചും കൂടി വളർച്ച വരും. അതിന് നൈട്രജൻ വളങ്ങൾ കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് വേരിന് ബലം വയ്ക്കാനുള്ളതെല്ലാം ഇത് കൊടുക്കുക. ഇതെന്താ ഇതിന് ചെറിയൊരു ഓട്ടയുണ്ട് ഇതിൻ്റെ കോഡക്സിൻ്റെ അടിയിൽ, ചീച്ചലല്ല, പണ്ടെപ്പോഴും തയ്യായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ഓട്ട. നമുക്കതിൽ സാഫ് ഫംഗിസൈഡ് കൊടുക്കാം. കുറച്ച് ഫംഗിസൈഡ് അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയറായി കിട്ടും. യഥാസമയം ചെടികൾക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അടിയനത്തിൻ്റെ ഏറ്റവും വലിയ എവിടെയെങ്കിലും ഒരു ചെറിയ ചീച്ചലോ പൊട്ടലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് മരുന്ന് കൊടുക്കുക. ഇത് കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നതല്ലേ ചെടി, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇത് സാഫ് തേച്ചിട്ട് നമുക്കത് ഇപ്പം തന്നെ പ്ലാന്റ് ചെയ്യും. അതിന് പിന്നെ വെച്ചിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കൂടുതൽ വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഡ്രൈ ആവാൻ നോക്കണം. ഓക്കെ, പറഞ്ഞത് ഇപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ട ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെടി നട്ട ഈ ഫ്ലവറിങ്ങിന് വേണ്ട ഫെർട്ടിലൈസറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി നാശമായി പോവുള്ളൂ. നമ്മൾ ഓരോ ചെടിക്കും അതിൻ്റേതായ സമയത്ത് അതിനുള്ള കാര്യങ്ങൾ വളങ്ങളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചെടി അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരുമെന്ന് വെച്ചാൽ അത് ഫ്ലവർ ഉണ്ടാവും, നല്ല ചെടി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, കോഡക്സിൽ ഇതാവും. യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുക, പ്രൂണിങ് ചെയ്യേണ്ട സമയത്ത് പ്രൂണിങ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ചെടി നന്നായി കരുത്തായിട്ട് വരും. വളങ്ങൾ കൊടുക്കുക, പൂവിടാനുള്ള സമയമാകുമ്പോൾ അതിക്ക് മുന്നേയൊക്കെ ആയിട്ട് 2 തവണ പൂവിടാൻ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുക.
ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധാരണ അഡീനിയങ്ങൾ ഗ്രോ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഏകദേശം റിപ്പോർട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങി. 5-ാമത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. മണ്ണൊക്കെ ഭയങ്കര ലൂസ് മണ്ണാണ്. ലൂസ് മീൻസ് നന്നായി ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കുന്ന മണ്ണാണ്. ഇപ്പോൾ ഈ പോട്ടി മിക്സ് ഫുള്ള് ഡ്രൈ കണ്ടില്ലേ, ഒരു നനവ് പോലുമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കണം. ഈ പോട്ടി മിക്സിൻ്റെ പ്രത്യേകത അതൊക്കെ തന്നെയാണ്. നമ്മളിതിൽ വെള്ളം തീരെ നിൽക്കില്ല, വെള്ളം പെട്ടെന്ന് ഡ്രൈ ഔട്ടാവും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അത് പെട്ടെന്ന് ആ മണ്ണും ഇതൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും. എക്സസ് ആയിട്ടുള്ള വെള്ളം നേരെ താഴത്തേക്ക് പോവുകയും ചെയ്യും. അതാണ് ഈ പോട്ടി മിക്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ പോട്ടിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ പോട്ടി മിക്സ് കൊണ്ടുള്ള ഒരു ഗുണം. നമുക്ക് കുറച്ച് സാഫ് കലക്കിയ വെള്ളം കുറച്ച് ഇരിക്കുന്നുണ്ട്. ചെടി നമ്മൾ വന്നപ്പോൾ നമ്മൾ കുറച്ച് സമയം സാഫിൽ മുക്കി വെച്ചായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇരിക്കുന്നുണ്ട്, നമുക്കതെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് സാഫും കൂടി എടുത്ത് അതിൽ ചേർത്തിട്ട് ഉണ്ടല്ലേ, ഇതാണ് നമ്മൾ സാഫ് കലക്കിയ വെള്ളം. അത് നേരത്തെ നമ്മൾ എടുത്ത കുറച്ചുകൂടി സാഫിൻ്റെ പൗഡറുണ്ട്, അതുകൊണ്ടും ചേർത്തിട്ട് നമുക്ക് എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കാം. ഓവറായിട്ട് കൊടുക്കുന്നുണ്ട്, നോർമൽ രീതിയിൽ ചെറിയൊരു നനയ്ക്കൽ മാത്രം. കാരണം ഇപ്പോൾ ഒരു ചെറിയ മോയ്സ്ചറിൻ്റെ ഒരു ആവശ്യമേ ഉണ്ടോ. കൂടുതൽ വെള്ളം ചട്ടിയിൽ ഫുള്ള് വെള്ളം കെട്ടി നിർത്തേണ്ട ഒരു ആവശ്യം നമുക്ക് ഈ കാലാവസ്ഥയിലില്ല. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ ചെടി നട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അത് കുറച്ച് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മളിതൊക്കെ ആയി കഴിഞ്ഞാലും ചെറിയൊരു ഒരാഴ്ചത്തേക്ക് നമ്മൾ ഒരു ഷെയ്ഡിൽ, ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലം ഈ ഭാഗമൊക്കെ നല്ല ഷെയ്ഡാണ്, മുകളിൽ ഷീറ്റ് സ്ഥലങ്ങളാണ്. കാലത്തെ വെയിൽ കുറച്ച് നേരം മാത്രമേ അടിക്കുള്ളൂ. അപ്പോൾ ആ ഒരു മോർണിംഗ് ലൈറ്റ് മാത്രമാണ് നമുക്ക് ചെടിക്ക് ശരിക്കും ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഷെയ്ഡിൽ തന്നെയാണ്. ചെടിയൊന്ന് ജസ്റ്റ് ഒന്ന് വളർന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രം, അതായത് അതിൻ്റെ വേരുകളൊക്കെ ഓടിത്തുടങ്ങി ചെറിയ മുകളങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ചെടികൾക്ക് നല്ലത്. അവനെ പെട്ടെന്ന് നമ്മൾ ഇതായി കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെ കുഴപ്പമില്ല, കണ്ടില്ലേ, ഇതിലൊക്കെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വലിഞ്ഞു പോയി. അധികം വെള്ളം കെട്ടി നിൽക്കില്ല ഈ പോട്ടി മിക്സിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പോട്ടി മിക്സ് ഉപയോഗിക്കുക. വീഡിയോയിൽ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് പറയുക, ഇത് നമുക്ക് അയച്ചു തരിക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ചെടികൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയുക, നമ്മൾ അയച്ചു തരാം. പിന്നെ നമ്മളെ വിത്തുകൾ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിത്തുകളൊക്കെ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ സീഡ് പോട്ട് 2-3 വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും നമുക്ക് സീഡ് പോട്ടിൽ നിന്ന് നമുക്ക് വിത്തുകൾ കിട്ടും. അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ മെസ്സേജ് ചെയ്യുക. പിന്നെ നമുക്കിതിനെ നമ്മളിതിന് നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം റിപ്പോർട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ നമുക്ക് ചെയ്തു തരിക. വീഡിയോ ഷെയർ ചെയ്യുക. താമസിയാതെ ഇപ്പോൾ അടുത്ത് തന്നെ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരാം. നമ്മളെ കാലാവസ്ഥ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇനിയും ഫ്ലവറുകളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ഫ്ലവറുകൾ കഴിഞ്ഞു, ഇനിയും കുറച്ചും കൂടി ഫ്ലവറുകൾ വരാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.